കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. എന്തുകൊണ്ടാണെന്നറിയാമോ? നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ സാംസ്കാരികപരവും വ്യാപാരപരവും ചരിത്രപരവുമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കൊല്ലം ജില്ലയെന്ന് മനസ്സിലാവും. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് നമ്മുടെ ഈ അന്വേഷണം ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ആശ്രമം മൈതാനിയിലാണ്. കേരളത്തിനെ തന്നെ ഏതെങ്കിലും ഒരു മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏരിയയിൽ നഗരമധ്യത്തിൽ 72 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഇത്ര സുന്ദരമായൊരു മൈതാനം കൊല്ലം ആശ്രമം മൈതാനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആയിരത്തി 1932 തിരുവനന്തപുരം ഇൻ്റർനാഷണൽ വിമാനത്താവളം തുടങ്ങുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് തിരുവിതാംകൂറിൻ്റെ ആദ്യകാല വിമാനത്താവളമായി പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ കൊല്ലത്തെ ആശ്രമം മൈതാനം. ആദ്യമായി ഇവിടെ ഇറങ്ങിയ വിമാനം ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ആവ്രോ വിമാനമായിരുന്നു. അതോടൊപ്പം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വൈമാനികർക്കുള്ള ഒരു പരിശീലന കേന്ദ്രമായും നമ്മുടെ ആശ്രമം മൈതാനം ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണ തലവന്മാർ അന്നത്തെ മദ്രാശിയായിരുന്ന ഇന്നത്തെ ചെന്നൈയിൽ നിന്നും വിമാനമാർഗം നമ്മുടെ ഈ ആശ്രമം മൈതാനത്തുള്ള വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം ബൈ കാറിൽ അവർ പോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും ജില്ലയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പരിപാടികൾക്ക് വിശിഷ്ട അതിഥികൾ വന്നെത്തുമ്പോൾ അവർക്കിറങ്ങാനായി ഈ ആശ്രമം മൈതാനത്ത് ഇരട്ട ഹെലിപ്പാഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പരിപാടികളിലൊന്നായ കൊല്ലം പൂരം അരങ്ങേറുന്നതും അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ കലാ കായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട വളരെയധികം പരിപാടികൾ അരങ്ങേറുന്നതും നമ്മുടെ ഈ ആശ്രമം മൈതാനത്താണ്. കൊല്ലം നഗരമധ്യത്തിൽ 72 ഏക്കറിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ആശ്രമം മൈതാനിക്ക് ചുറ്റുമായി നല്ല ടൈലുകൾ പാകി ഒരു വോക്ക് വേ, അതിൻ്റെ പേരാണ് പൈതൃക വീതി എന്നാണ് അറിയപ്പെടുന്നത്. ഒറ്റ റൗണ്ട് ഏകദേശം 2300 മീറ്ററോളം വരും. ദിവസേന ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിലൂടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നടക്കുന്നതിനും ഓടുന്നതിനുമായി എത്തുന്നത്. ആശ്രമം പൈതൃക വീതിയുടെ സമീപത്തായി കേരള ലളിതകലാ അക്കാദമിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി നിർമ്മിച്ചിരിക്കുന്ന 8 ശില്പങ്ങളടങ്ങിയ അഷ്ടശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ 8 എണ്ണവും ഓരോ കലാകാരന്മാർ, 8 കലാകാരന്മാരാണ് നിർമ്മിച്ചിരിക്കുന്നത്. അഷ്ടമുടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഈ 8 ശില്പങ്ങളുള്ളത്. നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലാശയമാണ് അഷ്ടമുടിക്കായൽ. അത് സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലാണ്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്തുകൊണ്ട് എന്ന അന്വേഷണ പരമ്പരയിലെ ആദ്യ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. നമ്മൾ ആശ്രമം മൈതാനത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൊല്ലത്തിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളുമായി എന്തുകൊണ്ട് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന കാരണവുമായി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.